ഈ മനസ്സിനകത്ത് സുഖദുഃഖങ്ങൾ, വികാരങ്ങൾ ഉണ്ടാവാൻ എന്താ കാരണം? എന്താ വികാരം ഉണ്ടാവാൻ? അല്ലെങ്കിൽ വേണ്ട, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നമുക്ക് ദുഃഖം ഉണ്ടാവാൻ എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ വിചാരിച്ച കാര്യം നടക്കാണ്ടിരുന്നാൽ മതി. വിചാരിച്ച കാര്യം നടക്കാതിരുന്നാൽ മതി. ഒരു ബസ് സ്റ്റോപ്പിൽ വെയിലത്ത് 1 മണിക്കൂർ ബസ് കാത്തു നിന്നുമ്പോൾ ഒറ്റ ബസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഭാവമൊക്കെ മാറി. ലോകത്തിലെ സകലരെ നമ്മൾ ശപിക്കും, ഇന്ന് ഏത് കുരുത്തം കെട്ടവനെയാണോ ശകുനം കണ്ടതെന്ന്, അല്ലേ? പഴി മുഴുവൻ ലോകത്തുള്ളവർക്കാ. എന്താ കാരണം? നമുക്ക് ബസ് കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. ആ സമയത്താണ് നമ്മുടെ തൊട്ട അയൽവക്കക്കാരൻ AC ഇന്നോവ കാറിൽ നമ്മുടെ മുമ്പിൽ കൂടെ പോയാലോ നമ്മുടെ വികാരം എന്താവും? കള്ളൻ പോണ കണ്ടില്ലേ, ബാക്കിയുള്ളവൻ പച്ചവെള്ളം പോലും കുടിക്കാണ്ട് 1 മണിക്കൂറായി വെയിലത്ത് നിൽക്കണമെന്ന്. അവനെന്ത് പഴിച്ചു? അപ്പം നമ്മുടെ ബസ് കിട്ടുക എന്ന ആഗ്രഹം നടന്നില്ല, കാമം പൂർത്തീകരിക്കപ്പെട്ടില്ല. കാമപൂരണം നടക്കാത്ത സമയത്ത് ക്രോധം വന്നു. സനകാദികൾക്ക് ക്രോധം വന്നു. ഇന്നലെ നമ്മൾ കണ്ടു, തേഷാം ചിത്തേ പദമാപകോപ. സർവസംഘപരിത്യാഗികളായ സനകാദികൾക്ക് വരെ ക്രോധം വന്നു. എന്താ കാരണം? ഭഗവാനെ കാണാൻ സമ്മതിച്ചില്ല, അല്ലേ? വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം കൊടുത്തു സമ്മാനം. അതാണ്, നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് ക്രോധം വരും. നേരെ തിരിച്ചു ചിന്തിച്ചോളൂ. നമ്മുടെ അയൽവക്കക്കാരൻ 8 മണിക്ക് പോയി ബസ് കാത്ത് നിൽക്കണു അവൻ സ്റ്റോപ്പിൽ. നമ്മൾ 10 മണിക്ക് AC ഇന്നോവ കാറിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ആ സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഭാവം എന്താവും? അവിടെ നിൽക്ക്, ഇത് എൻ്റെ വണ്ടിയാ, എൻ്റെ ഇഷ്ടത്തിന് പോവും. അപ്പോൾ അവനവൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചാൽ എന്താവും? മതം. രണ്ടായാലും നമുക്ക് പ്രശ്നമാണ്, അല്ലേ? ആഗ്രഹം പൂർത്തീകരിച്ചാലും പ്രശ്നം, ആഗ്രഹം പൂർത്തീകരിച്ചില്ലെങ്കിലും പ്രശ്നം. അപ്പം മനസ്സിനെ കലുഷിതമാക്കുന്നതാരാ? ആ കാമം എന്ന് പറയുന്ന കടിഞ്ഞൂൽ സന്തതി, ആദ്യത്തെ സന്താനം കാമം. ആ കാമം നടന്നില്ലെങ്കിലോ അവൻ്റെ അനിയനുണ്ടാവുക ഈ ക്രോധം. ഇനി അതില്ലെങ്കിലോ അടുത്ത അനിയനുണ്ടാവും മദം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ മറ്റേ അനിയൻ വരും, മത്സരം. കാമ, ക്രോധ, ലോഭ, മോഹ, മദ, മത്സരാദികൾ. ഈ തലതെറിച്ച 6 എണ്ണം നമ്മുടെ മനസ്സിൽ കിടന്ന് തേർവാഴ്ച നടത്തുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാവണത്. അത് നടന്നാലും അതെ, നടന്നില്ലെങ്കിലും അതെ, പ്രശ്ന. ഇതിനാരാ ഉത്തരവാദി? ആഗ്രഹം എന്ന് പറഞ്ഞു. ആർക്കാഗ്രഹം? എൻ്റെ ആഗ്രഹം നടന്നില്ല എന്ന്, അതല്ലേ കാര്യം. 500 രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് 12 കോടി വിഷു ബമ്പർ മേടിക്കണവരെല്ലാവരും എന്താ വിചാരിക്കുക? എനിക്കടിക്കും, 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 എനിക്കടിക്കും എന്നാ. കൊടുക്കെന്താവും? അടി എന്നുള്ളത് അക്കിടിയാവും, ഏതെങ്കിലും ഒരുത്തന് കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടണം, എൻ്റെ കാര്യമഖിലം നടക്കണം, എൻ്റെ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം, അല്ലേ? നമ്മുടെ വീട്ടിൽ സാധാരണ സന്ധ്യാസമയത്ത് കറണ്ട് പോയാൽ നമ്മൾ ആദ്യം കിടാൻ നോക്കുക അയൽവക്കത്തെ വീട്ടിലേക്കല്ലേ. ഇപ്പോൾ ഇൻവെർട്ടർ ഉണ്ട് എല്ലാ വീട്ടിലും. അല്ലാത്ത ഗതിക്ക് നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ പ്രശ്നമായി. അത് തന്നെയാണ് പ്രശ്നം. അന്യോൽക്കർഷം വിലോക്യാശു യോഗ്യതി സമത്സരീന. അപ്പോൾ ഇതാണ് പ്രശ്നം. എൻ്റെ വീട്ടിൽ കറണ്ടില്ല, അപ്പുറത്തെ വീട്ടിൽ കറണ്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ അപ്പോൾ വിളിച്ചു നോക്കും, നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടോ? അവരുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരികയും. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലാണ്ട് വന്നാൽ ഇതാണ് പ്രശ്നം എന്നർത്ഥം. ഭഗവാൻ പറഞ്ഞത് അതാണ്. അപ്പോൾ സന്തോഷം വന്നാലും സന്താപം വന്നാലും രണ്ടായാലും പ്രശ്നമാണ്. എൻ്റെ കാര്യം നടന്നില്ല, അതുകൊണ്ട് ദുഃഖം. എൻ്റെ കാര്യം നടന്നാലോ, ഞാൻ 12,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു TV മേടിച്ചു എന്ന് പറഞ്ഞാൽ തലയും പൊക്കി വെച്ച് നടക്കുക. കാരണം എന്താ? എൻ്റെ വീട്ടിലേ ഉള്ളൂ ആ TV. ഒരു ആനയായിട്ട് കാണുന്ന TV എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ എൻ്റെ കാര്യം എൻ്റെ എൻ്റെ എൻ്റെ
ഈ എൻ്റെ എന്നുള്ള പ്രിഫിക്സാണ് പ്രശ്നമുണ്ടാക്കണത്. എൻ്റെ എന്നുള്ള പ്രശ്നം, എൻ്റെ എന്നുള്ള ഭാവമാണ്. എൻ്റെ എന്നുള്ളത് എവിടെ നിന്നാണ് വന്നേ? ഞാൻ എന്നുള്ളതിൽ നിന്നാണ്. ഞാൻ എവിടെയുണ്ടോ എൻ്റെ അവിടെയുണ്ട്. ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ. ലോകത്തിലെ ഐഡിയൽ കപ്പിളാണ് അവർ. ലോകത്തിലെ ഐഡിയൽ കപ്പിൾ എന്ന് പറയുക പാർവതി പരമേശ്വരന്മാരെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഭവാനിയോ ഭവം പ്രഭും. ലോകത്തിലെ ഐഡിയൽ കപ്പിൾ ആരാ? ഒരിക്കലും വേർപെടാത്തവർ പാർവതി പരമേശ്വരന്മാരാ. മഹാദേവരെ തന്നെ നമ്മൾ തൊഴാറില്ല. ജഗതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വരോ, വാക്കിന് അർത്ഥം പോലെ യോജിച്ചിരിക്കുന്നവരാ. അവർ തമ്മിൽ ഇടയ്ക്ക് ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ഉണ്ണി ഗണപതിരെ കൊമ്പടിച്ച നേരത്ത്. പക്ഷേ ഈ രണ്ട് ദമ്പതിമാർ ഒരിക്കലും വഴക്കിടില്ല. ന്യൂലി വെഡ് കപ്പിളിൻ്റെ പോലെയാണ്. അടുത്തിടയ്ക്ക് വിവാഹിതരായ ദമ്പതിമാർ നാഷണൽ ഹൈവേയുടെ നടു റോട്ടിൽ കൂടിയാണെങ്കിലും കൈകോർത്ത് പിടിച്ചാൽ നടക്കുക, വിടില്ല. ഇതുപോലെയാണ് കൈകോർത്ത് പിടിച്ച് നടക്കുന്ന രണ്ട് ദമ്പതിമാരാണ് അഹം മമ, അഹം മമ, ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ. നമ്മൾ കാലുമേ ചെരുപ്പുകൾ ഇടുന്നത് പോലെ, ഒറ്റ കാലുമേ നമ്മൾ ചെരുപ്പിടാറില്ലല്ലോ, രണ്ട് കാലുമേ നമ്മൾ ചെരുപ്പിടുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ചെരുപ്പുകൾ പുറത്ത് ഊരി വയ്ക്കൂ. ചെരുപ്പ് സ്റ്റാൻഡ് വെച്ചേക്കണം അതിനാ. നമ്മളെന്ത് ചെയ്യും? കാലുമലത്തെ ചെരുപ്പ് മാത്രമേ ഊരിയിടുള്ളൂ, ഉള്ളിലുള്ള ചെരുപ്പ് ഊരിയിടില്ല. എന്താ? ഞാൻ എൻ്റെ. അതുകൊണ്ടല്ലേ ഗുരുവായൂർ ഇത്ര വലിയ ഇടി, ശബരിമലയിൽ ഇത്ര വലിയ ഇടി. എന്താ തിരക്ക്? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന 10,000ങ്ങളും എൻ്റെ പുറകിൽ നിൽക്കുന്ന 10,000ങ്ങളും എന്നെ പോലെ തന്നെയാണെന്ന് വിചാരിച്ചാൽ എവിടെയെങ്കിലും ഇടി ഉണ്ടാവുമോ? ഇല്ല. ഞാൻ ചെല്ലണതിന് മുമ്പ് ഗുരുവായൂരപ്പന് ഓടിപ്പോയാലോ? ഇത് വിചാരിക്കുമ്പോഴാ. അപ്പം ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം ചെരുപ്പിടുന്നത് പോലെ. അപ്പോൾ ഈശ്വരൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആ രണ്ട് ചെരുപ്പുകൾ പുറത്ത് ഊരി വയ്ക്കുക. എന്നിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഇല്ല, അഹം മമ എന്ന രണ്ട് ഭാവങ്ങളെ പുറത്ത് വച്ചിട്ട് വേണം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ എന്നാണ് അതിൻ്റെ സിമ്പലിൻ്റെ അർത്ഥം. പക്ഷേ ഈ കൈകോർത്ത് പിടിച്ചുന്ന ദമ്പതിമാരാണ് ഭാര്യയും ഭർത്താവുമ്പോൾ മക്കളുണ്ടാവുമോ എന്ന് ചോദിക്കണോ? അമ്മേ, തലതെറിച്ച 6 നേരത്തെ പറഞ്ഞത് കാമ, ക്രോധ, ലോഭ, മോഹ, മതമത്സരങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ മനസ്സിനെ കുട്ടിച്ചോറാക്കുന്ന സാധനം എന്താ? ഈ 6 2 8. അഹം മമ എന്ന് പറയുന്ന ദമ്പതിമാരും അവരെ തലതെറിച്ച 6 സന്താനങ്ങളും കൂടി ഈ 8 നമ്മുടെ മനസ്സിനെ കുട്ടിച്ചോറാക്കുന്നത്. ഈ 8 ചൂലെടുത്ത് തല്ലി പുറത്താക്കി ചാണകവെള്ളം തളിക്കാണ്ട് മനുഷ്യൻ നേരെയാവില്ലാമേന്ന് പറഞ്ഞു ഭഗവാൻ. അത് സംസ്കൃതത്തിലാണ് പറഞ്ഞതെന്ന് മാത്രം. അഹം മമാഭിമാനോത്ഥൈ കാമലോഭാതിഭിർമലൈ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. അങ്ങനെ സുഖദുഃഖങ്ങളില്ലാണ്ടാവും. ഈ 8 തല്ലി പുറത്താക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ നമ്മുടെ ഈ മനസ്സ് എന്ന് പറയണതുണ്ടല്ലോ, അത് ലോകത്തിലെ ഏറ്റവും വലിയ പശയാണ്. ഈ ഫെവിക്കോള് ഫെവിക്വിക്കൊന്നുമല്ല. ഏറ്റവും വലിയ പശ എന്താ? നമ്മുടെ മനസ്സാണ്. തൊട്ടാലൊട്ടിയ. കണ്ണുകൊണ്ട് കാണുന്നത് എനിക്ക് വേണം, നാവുകൊണ്ട് രുചിക്കുന്നത് എനിക്ക് വേണം, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നത് എനിക്ക് വേണം, ഇന്ദ്രിയഗ്രാഹ്യമായത് എനിക്ക് വേണം എന്ന്. ഇതാണ് പ്രശ്നം. അപ്പം അങ്ങനെ ആ ഒട്ടലുണ്ടാവണു. ഒട്ടലുണ്ടാവുമ്പോഴോ ആ ബന്ധം ബന്ധനം ആയിട്ട് മാറും. മതിരിഹ ഗുണസക്ത ബന്ധകൃത്.